നമ്മുടെ നാട്ടുകളിലൊക്കെ അതാ പ്രചാരത്തിലുള്ള മൗലിദ് കിതാബുകളിൽ കൊടുത്ത കള്ള ഹദീസുകൾക്ക് പഞ്ഞമുണ്ടോ? എത്രയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ? അതാ അതിൽ നമുക്ക് കാണാം എന്ന് പറയുന്നത് അവ്വലുമാ ഖലഖല്ലാഹു തആല നൂരി ഫഇന്നഹു സജദ ലില്ലാഹി സിരീൻ. അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് ആ പ്രകാശം ഫഇന്നഹു സജദ ലില്ലാഹി സിനീൻ, ആ പ്രകാശം അല്ലാഹുവിന്റെ മുമ്പിൽ കൊല്ലങ്ങളോളം, എത്രയോ ലക്ഷോപലക്ഷം കൊല്ലങ്ങളോളം സുജൂദിൽ കിടന്നിട്ടുണ്ട്. മാത്രമല്ല വേറെയും ഒരു കള്ള ഹദീസ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മൗലിദ് കിതാബുകളിൽ ഉള്ളതാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ നാടുകളിൽ അതാ 313 വക, 333 വക, 4444 വക, അതുപോലെ തന്നെ 65 വക എന്നൊക്കെ പറഞ്ഞുള്ള ഏടുകൾ ഉണ്ടാക്കപ്പെടുന്നു, എഴുതിയിട്ട് വിൽപ്പന നടത്തുന്നു. നിസ്കാരപ്പായയിലും വീടിന്റെ അലമാറകളിലും ഷെൽഫുകളിലും നമ്മുടെ ഉമ്മമാരതെടുത്ത് ഭക്തിപൂർവ്വം എടുത്തു വെക്കുന്നു, പാരായണം ചെയ്യുന്നു, പലരും എടുത്ത് പ്രചരിപ്പിക്കുന്നു. ആ കിതാബുകളില്ലേ, അവക്കകത്ത് പറഞ്ഞ കള്ളമായ റിപ്പോർട്ടുകളാണ് ഈ പറയുന്നത്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചോ, കള്ളനാണവൻ, ദജ്ജാലാണവൻ എന്ന് പറഞ്ഞില്ലേ. അത്തരത്തിലുള്ള ഹദീസുകളാ പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ ആ സൃഷ്ടിപ്പിനെ കുറിച്ച് മാത്രമല്ല, വേറെയും അതാ നമ്മുടെ നാട്ടിലെ ആ ഏടുകളിൽ, ആ കിതാബുകളിൽ പറയുന്നു, ഇന്നല്ലാഹ ഖലഖനി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ഇന്നല്ലാഹ ഖലഖനി, അല്ലാഹ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വ ഖലഖ അലിയ, എന്നെ മാത്രമല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇതെവിടെ നിന്നാ ഉത്ഭവമെന്ന്? ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അവര് പറയുന്നു, അള്ളാന്റെ റസൂല് പറയാണ്, എന്നെ റബ്ബ് സൃഷ്ടിച്ചു, അലിയാരെയും സൃഷ്ടിച്ചു, നൂറൈൻ, 2 പ്രകാശങ്ങളായിട്ട്, ബൈന യദയിൽ അർശി, അർശിന്റെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെ രണ്ടാളെയും എന്നെ അലിയാരെയും എല്ലാം പടക്കുന്നതിന്റെ മുമ്പ്, ഈ ലോകമുണ്ടാകുന്നതിന്റെ മുമ്പ്, അമ്പിയാക്കൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ്, എല്ലാം ഉണ്ടാകുന്നതിന്റെ മുമ്പേ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്റെ പ്രകാശത്തെയും അലിയുടെ പ്രകാശവുമാണ്. എന്നിട്ടത് അർശിന്റെ മുമ്പിൽ അങ്ങനെ സുജൂദിലായി കിടന്നു. മാത്രമല്ല അവരുണ്ടാക്കിയ ഇനിയും കേട്ടോ കള്ള ഹദീസുകൾ. ഇതൊക്കെ ഇറാനിലെയോ ഇറാഖിലെയോ ഷിയാക്കളെ കിതാബ് എന്നല്ല ഞാൻ വായിക്കുന്നത്. കേരളത്തിലെ സമസ്തക്കാരെ ആദരപൂർവം ഈ സമൂഹത്തെ കൊണ്ട് പാടിപ്പിക്കുന്ന, ഈ സമൂഹത്തെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന, അത് ചൊല്ലിയതിന്റെ പേരിൽ പണം വാങ്ങുകയും ഭക്ഷണം വാങ്ങുകയും, അതുപോലെ തന്നെ വലിയ പുണ്യകർമ്മമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കള് പണ്ടേ നടത്തി വരുന്ന ആചാരമാണ്. അതൊക്കെ പുതിയതാണെന്ന് പറയുന്ന മുജാഹിദേ, നീ പിഴച്ചവനാണെന്ന് സ്റ്റേജ് കെട്ടി മൈക്കിലൂടെ, പേജുകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ കക്ഷികളുടെ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്ന മൗലിദ് കിതാബായ ഏടുകളിൽ നിന്നാ ഞാൻ വായിക്കുന്നത്. കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റൊരു കള്ളം കേട്ടോ. ആദമിനെ സൃഷ്ടിച്ചതിന്റെ ശേഷം, ആദമിനെ ഇങ്ങനെ അല്ലാഹ് സൃഷ്ടിച്ചപ്പോ, അങ്ങനെ കിടത്തിയപ്പോ, റഫഅ ആദമു റൗസഹു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ തലയൊന്നുയർത്തി, ഇലൽ ഖുബ്ബ, ഒരു ഖുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഫവജദ, അപ്പോൾ അതാ ആ ഖുബ്ബയുടെ മേതെ ഖംസത അസ്മാ മക്തൂബ മിൻ നൂർ, പ്രകാശം കൊണ്ട് എഴുതപ്പെട്ട 5 പേരുകൾ ആദം അലൈഹിസ്സലാം കാണുന്നു.
പ്രകാശം കൊണ്ട് എഴുതപ്പെട്ട 5 പേരുകൾ ആ ഖുബ്ബയിൽ കാണുന്നു. ആരൊക്കെയാണ് ആ 5 പേരുകൾ? ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മറ്റൊന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ 5 ആളുകളുടെ പേരങ്ങ് എഴുതിപ്പെട്ട് കാണുകയാണ്. ഇത് ആദം അലൈഹിസ്സലാം അങ്ങ് കണ്ടതോടുകൂടി ഫഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആദം നബിയോട് അവിടെ വെച്ച് പറയുകയാണ്, ആദമേ യഹ്ഫദ് ഹാദിഹിൽ അസ്മാ ഫഇന്നക തഹ്താജു ഇലൈഹാ. ആദമേ, ഈ 5 പേരുകളെ നീ അവഗണിക്കല്ല, ഈ 5 പേരുകളും മനപ്പാടമാക്കിക്കോ, 5 പേരുകളും ഹിഫ്ളാക്കി വെച്ചോ. ഫഇന്നക തഹ്താജു ഇലൈഹാ, നിനക്കത് പിന്നീട് ആവശ്യം വരും. പിന്നീട് ആവശ്യം വരുന്നു. എപ്പോ? സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച നേരത്ത് അബദ്ധമാണെന്ന് ബോധ്യമായപ്പോ, അല്ലാഹുവേ ഈ 5 ആളുടെ ഹക്ക് കൊണ്ട് എന്റെ പാപം പൊറുക്കണേന്ന് ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു എന്നാണ് പിന്നെ കള്ളന്മാര് പ്രചരിപ്പിക്കുന്നത്. നോക്കണം നിങ്ങൾ, ഇത് നമ്മുടെ നാട്ടിലെ മൗലിദിന്റെ ഏടുകളിലുള്ളതാണ്, മൗലിദ് കിതാബുകളിലുള്ളതാണ്. ഇനിയും കേട്ടോ നിങ്ങൾ, ഇനി എന്താണ് കള്ളം പറയുന്നത്? റഅയ്തു അലിയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്, മുസ്ലിമീങ്ങളെ എന്താണ് ഇതിന്റെയൊക്കെ വിധി? ഇതാണല്ലോ തലയണക്ക് മീതെ ഒരു തുണിയും വിരിച്ച് ചന്ദനത്തിരിയും പുകച്ച് മീതെ വെള്ളമാല മേലാപ്പും കെട്ടിയിട്ട് തോരണങ്ങൾ തൂക്കിയിട്ട് ഉമ്മമാരത്ഭുതത്തോടെ ഭക്തിയോടെ അകത്ത് നിന്ന് കേൾക്കുന്നു. മുസ്ലിയാന്മാരും പൊതുജനങ്ങളും ഇരുന്ന് ഭക്തിയോടെ പാരായണം ചെയ്യുന്ന ഈ കിതാബുകളില്ലേ, അതിൽ രേഖപ്പെടുത്തിയ മറ്റൊരു കള്ളം കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പോലും റഅയ്തു അലിയാ, ഞാൻ അലിയാരെ കാണുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അലിയാരെ കണ്ടു. ലൈലത്തുൽ മിഅ്റാജ് ഫിസ്സമായി, മിഅ്റാജിന് പോയപ്പോ മാനത്ത് വെച്ച് അലിയാരെ കാണുകയാണ്. മിഅ്റാജിന് അല്ലാഹുവിന്റെ റസൂൽ പോകുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ച് കാണുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഉരിജ ബി അലിയിൻ ഖബ്ലി ഫിസ്സമാ, എനിക്ക് മുമ്പേ അലിയാരെ ഇവിടേക്ക് കൊണ്ടുവന്നുവോ? എനിക്ക് മുമ്പ് അലിയാർക്ക് ഇവിടെ മിഅ്റാജ് ഉണ്ടായോ? ഞാൻ എത്തുന്നതിന്റെ മുമ്പേ അലിയാരെങ്ങനെ ഇവിടെ എത്തി? ഫഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ലാ, അല്ല മുഹമ്മദേ, ബൽ ഇന്ന മലായികത്തസ് സമാഇ മിൻ ശൗഖിഹിം ഇലാ അലിയിൻ ഖലഖല്ലാഹു മലകൻ മിൻഹും അലാ സൂറതിഹി ലിഫുർതി ശൗഖിഹിം വയുസാബൂന ഇലാ സിയാറതിഹി. ഓ സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലെ അലമാറകളിൽ ഭക്തിയോടെ വെക്കപ്പെട്ടിട്ടുള്ള ഈ കിതാബിൽ നിന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ അപ്പോൾ പറയുന്നു, അല്ല നബിയെ, അങ്ങനെയല്ല കാര്യം, നിങ്ങൾക്ക് മുമ്പ് അരിയാരങ്ങോട്ട് കൊണ്ടുവന്നതൊന്നുമല്ല. പിന്നെയോ, അല്ലാഹ് അതാ വാനലോകത്തുള്ള മലക്കുകൾക്കൊക്കെ വല്ലാത്ത ഒരു ഷൗക്ക്. ഷൗക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാത്തൊരു മോഹം, വല്ലാത്തൊരു പൂതിയിലാരിയിൽ ഒന്ന് അലിയാരെ കാണണം, ഒന്ന് അലിയാരെ കാണണം എന്ന് വാനലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും വല്ലാത്ത പൂതിയായപ്പോ അല്ലാഹ് സൃഷ്ടിച്ചോ മലക്കൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അല്ലാഹ് അങ്ങ് സൃഷ്ടിച്ചതാണ്. അലാ സൂറതിഹി, അലിയാരുടെ കോലത്തിൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ ഒരു മലക്കിനെ അല്ല പടച്ചതാപ്പ നിങ്ങൾ കണ്ടത്. അങ്ങനെ ആളുകളെ കരാ ആ മലക്കിനെ പോയി കണ്ട് അരിയാരെ കണ്ടതുപോലെ സായുജ്യമടയുന്നു, സിയാറത്ത് ചെയ്യുന്നു. ഓ മുസ്ലിമേ, ഇത് വെക്കാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ? കത്തിച്ച് കളയേണ്ടുന്ന കിതാബുകൾ ഈ പാളക്കിതാബുകളല്ലേ ഈ സമുദായത്തെ കൊണ്ട് ഈ ആളുകൾ ചൊല്ലിക്കുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ,
ഇനിയും നോക്കൂ, ധാരാളം കള്ള ഹദീസുകൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നോക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് അമറ ജിബ്രീലിനോട് അല്ലാഹ് കൽപ്പിക്കുകയാണ് ലോകം പടക്കുന്നതിന്റെ മുമ്പേ. എന്തിനു വേണ്ടി കൽപ്പിക്കുന്നു? മദീനത്ത് അഥവാ അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിന് വരാൻ പോകുമ്പോ ആ ഖബർ വരാൻ പോകുന്ന സ്ഥാനത്ത് നിന്നൊരു പിടി മണ്ണ് വാരിക്കൊണ്ടരാൻ. ലോകമൊക്കെ പടക്കുന്നതിന്റെ മുമ്പത്തെ കഥയാ പറയുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു പിടി മണ്ണ് വാരി കൊണ്ടുവരാൻ ജിബ്രീലിനോട് അല്ലാഹ് കൽപ്പിച്ചു പോലും. അങ്ങനെ ജിബ്രീൽ വന്നിട്ട്, അപ്പൊ കഥയിൽ ചോദ്യമൊന്നുമില്ല, അന്ന് മദീനയുണ്ടോ, അതൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. അങ്ങനെ അവിടുന്ന് ഒരു പിടി മണ്ണ് വാരി സുമ്മ താഫ ബിഹാ ജന്നാത്തിൻ നഈം, ആ മണ്ണും കൊണ്ട് ജിബ്രീൽ സ്വർഗ്ഗലോകം മുഴുവൻ കറങ്ങുകയാണ്. വഗമസഹാ ഫി അൻഹാരി തസ്നീം, തസ്നീം എന്ന നദിയിൽ അതിനെ മുക്കുകയാണ്. ആ മണ്ണും കൊണ്ട് സ്വർഗത്തിലൊക്കെ കറങ്ങി തസ്നീം നദിയിലിട്ട് മുക്കി. വഅഖ്ബല ബിഹാ ഇലാ മാ ബൈന യദയില്ലാഹിൽ അലിയിൽ അളീം, അല്ലാഹുവിന്റെ അടുത്തേക്ക് അതുമായിട്ട് ചെന്നു. ആ നേരത്തെ ആ മണ്ണിൽ നിന്നിങ്ങനെ വലഹാ ഇറഖുൻ യസീൽ, വിയർപ്പ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ മണ്ണിൽ നിന്ന് ഇങ്ങനെ വിയർപ്പ് ഒഴുകുകയാണ്. എന്താ വിയർപ്പ് എന്ന് എന്നോട് ചോദിക്കണ്ട. ഫഖലഖല്ലാഹു മിൻ ദാലികൽ അർഖി, ആ വിയർപ്പിൽ നിന്ന് അല്ലാഹു എന്നിട്ട് സൃഷ്ടിച്ചു നൂറ കുല്ലി നബിയിൻ ജലീൽ, മഹാന്മാരായ എല്ലാ അമ്പിയാക്കന്മാരുടെയും നൂറിനെ ആ വിയർപ്പിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ലോകത്ത് പിന്നെ ഉണ്ടാക്കിയ പ്രചാരത്തിലുള്ളൊരു കള്ള ഹദീസാണ് ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്, ഓ നബിയേ താങ്കളില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ ആകമാനം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇതങ്ങ് പറയാൻ നിന്നാൽ ലക്ഷക്കണക്കിന് ചില ആളുകളെയൊക്കെ കോർട്ടിൽ ഹാജരാക്കി കള്ള ഹദീസിന്റെ നിർമ്മാതാക്കളെ, എടോ നീ എത്ര ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം പറ എന്ന് അടിയങ്ങ് പൊട്ടിച്ചപ്പോ 1,00,000 ഞാൻ ഉണ്ടാക്കി എന്ന് ഏറ്റുപറഞ്ഞ ഒരുത്തനുണ്ട്. ഇങ്ങനെ അങ്ങ് കൂട്ടിക്കോ നിങ്ങൾ. ലോകത്ത് എത്രയാണ് ദജ്ജാലുകൾ, കദ്ദാബുകൾ, അതാ സ്വഹാബത്തിന് പരിചയമില്ലാത്ത, തബീങ്ങൾക്ക് പരിചയമില്ലാത്ത, മുൻഗാമികളായ അമ്പിയാക്കൾക്കും സാലിഹീങ്ങൾക്കുമൊന്നും പരിചയമില്ലാത്ത കള്ള വാർത്തകളുമായി കൊണ്ട് സമൂഹത്തിൽ ചുറ്റിത്തിരിയുന്ന ദജ്ജാലുകൾ ഉണ്ടാകും, കദ്ദാബുകൾ ഉണ്ടാകും. അവരെ സൂക്ഷിക്കണേ.